നിങ്ങൾക്ക് ഫണ്ട് വേണം അല്ലേ? ഇരിക്കല്ലേ, നമുക്ക് ഫണ്ണാക്കാം, ശരിയാക്കി തരാന്നൊക്കെ. ഏതാണ്ട് ഒരു 100-ൽ അധികം മെസ്സേജ് റിക്വസ്റ്റ് ഒരു ദിവസം വരുമോ? നോക്കി നിർത്തി നോക്കണം, എന്നാലല്ലേ എന്റെ മെസ്സേജ് കാണുള്ളൂ. ചുമ്മാ അല്ല, ഞാൻ വാട്സാപ്പ് തുറക്കാറില്ല. എന്തറിയോ, പിന്നെ പറയാം. എങ്ങനെയുണ്ട് ആൾ ആക്ച്വലി? ഐ മീൻ, നിങ്ങൾ സംസാരിച്ചോ എന്തെങ്കിലും? അഭിനയിക്കാൻ പോയപ്പോ പുള്ളി അങ്ങോട്ട് നോക്കിയിരുന്നു, ഇവിടെ ആക്ഷൻ പറഞ്ഞപ്പോ നമ്മൾ അഭിനയിച്ചിട്ട് ഇപ്പൊ വേറെ ഏതെങ്കിലും ക്രൗഡിൽ വെച്ച് കണ്ട ഹായ് സർ ഞാൻ അനിഖയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവുമെന്നായിരിക്കും. അത് ഇവള് പറയണം. പുള്ളിക്കാരന് മനസ്സിലാവോ എന്നുള്ളത് ഇവിടെ പറയണം. ഇല്ല സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചില്ല. എന്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുറന്നു പറയത്തില്ല. മുഖത്തുണ്ട്. കരഞ്ഞ എല്ലാവരെയും നമ്മൾ വശത്താക്കിയോ? വശത്താക്കാൻ കരയോ? എല്ലാരും കരയിപ്പിച്ചോന്ന്. ഇവൻ എന്തൊക്കെയാ പറയാ? കരച്ചിലുണ്ട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ. മീൻസ് ആക്ടിങ്ങില് രജിഷയുടെ കരച്ചിലിനെ പറ്റി കരയണോ? ഞാൻ ഇനി അതും കൂടെ ചെയ്ത് കാണിക്കണേ. ഇപ്പൊ കരയാൻ പറഞ്ഞപ്പോ കാണിക്കുകയും ചെയ്യുമല്ലോ കരഞ്ഞ്. നല്ല ആളാ. ഒരുന്നാലും തെലുങ്കാനയിൽ ആന്ധ്രയിൽ ഇത് റിലീസ് ആവുന്നില്ല. രണ്ടാമത് ഇത് തെലുഗു സിനിമയല്ല. അപ്പൊ ഞാൻ എന്തിനാ തെലുഗുല് പറയണം? എനിക്ക് പറയാൻ അറിയോ? പറഞ്ഞാ പോരെ. ഒരാള് ആക്ടിങ്ങിന്റെയും സിനിമകളുടെയും റോളുകളുടെയും കാര്യത്തിൽ അത്രയും ഗ്യാരണ്ടി ഉള്ള ആക്ടർ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാള് ഈ പറയുന്ന പോലെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഈ ഗ്യാരണ്ടി ആക്ടറിലേക്കുള്ള ഒരു പ്രയാണം ജേർണി സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഹലോ ഹായ് നമസ്കാരം. യു ആർ വാച്ചിങ് Milestone Makers and this is Stories Untold with RJ Gaddafi. We have Rajisha Vijayan and Anikha Surendran. Welcome to the show guys. പുറക്കൊക്കെ മാറി വരുന്നില്ലേ ഇന്റർവ്യൂ കേട്ടതിന് ശേഷം? നിങ്ങൾക്ക് ഫണ്ട് വേണം അല്ലേ? ഇരിക്കല്ലേ, നമുക്ക് ഫണ്ണാക്കാം, ശരിയാക്കി തരാന്നൊക്കെ. ഭീഷണിയൊക്കെ. എനിക്കറിയാം ഇതൊരു കോളേജ് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സിനിമയാണെന്ന് ഇപ്പൊ പറഞ്ഞ പോലെ. ഇദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റൂഡിയസ് ആയിരുന്നു, റാങ്ക് ഹോൾഡർ ആയിരുന്നില്ലേ അല്ലേ? പറഞ്ഞ നാട്ടുകാർ അറിയട്ടെ, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇല്ല റാങ്ക് ഹോൾഡർ അതെനിക്കറിയാം. എന്തിലായിരുന്നു? ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഗ്രാജുവേഷൻ ചെയ്തപ്പോ. എത്ര റാങ്ക് ആയിരുന്നു? ഫസ്റ്റ് റാങ്ക് ആയിരുന്നല്ലേ? ഇത് ഞാൻ പറഞ്ഞപ്പോഴല്ലായിരുന്നു. അപ്പൊ എത്രമാത്രം സ്റ്റൂഡിയസ് ആണെന്ന് വിചാരിക്കണേ. നമ്മള് യൂഷ്വലി പറയും കോളേജിൽ പഠിക്കുന്ന സമയത്ത് സപ്ലിയുടെ എണ്ണം ചോദിക്കും. എനിക്ക് ഈ ഭാഗത്തേക്ക് ചോദിക്കാനേ പറ്റത്തില്ല അത്തരം കാര്യങ്ങള്. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും കോളേജ് പടിവാതിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ തിരക്കിനിടയിൽ. ഞാൻ 3 ദിവസം ചെന്നൈയില് കോളേജിൽ പോയി. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് തിരിച്ചു പോകുന്നു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഏത് കോളേജിലാണ് നമ്മൾ ചേർന്നത്? കൊച്ചിയിലാ? ലോയോള ചെന്നൈയില്. പക്ഷെ പിന്നെ പോവാൻ തോന്നിയില്ലേ അവിടെ? തോന്നിയിട്ടൊക്കെ ഉണ്ട്, എനിക്ക് സമയം കിട്ടണ്ട. ഐ ജസ്റ്റ് കുഡന്റ്, ലൈക്ക് സമയം കിട്ടിയതേ ഇല്ല അത് കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്തായാലും ഒരു ഗ്യാപ്പ് ഇയർ എടുത്തിട്ട് അടുത്ത കൊല്ലം പോകണം. എനിക്ക് കോളേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് നെക്സ്റ്റ് ഇയർ പോകാനുള്ള. ഞാൻ എനിക്കൊരു മാസമെങ്കിലും മര്യാദയ്ക്ക് കോളേജിൽ പോകണമെന്നുണ്ട്. അതിന് ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് എനിക്കൊരു 1 month പ്ലീസ് ലെറ്റ് മീ ഗോ ടു കോളേജ് എന്ന് പറയാനായിട്ട്. സോ അതിനുവേണ്ടി ഞാൻ എന്തായാലും, അത് മാത്രമല്ല സ്റ്റഡീസ് ഒന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഓബ്വിയസ്ലി. സോ അതിനും ഒരു യു ഹാവ് ടു ട്രൈ സംതിങ്. സോ ഓക്കെ, എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഫൺ ഗെയിംസ് ഇല്ല, പക്ഷെ ഒരു ഫൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചില നിങ്ങൾ ഇന്റർവ്യൂസിൽ പറഞ്ഞ ഏതെങ്കിലും ഡയലോഗ്സ് ആയിരിക്കും. എന്തായിക്കോട്ടെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചുമ്മാ ഫിൽ ചെയ്താൽ മതി. കുറച്ചുകൂടി എളുപ്പമല്ലേ അത്? ഫിൽ ചെയ്താൽ മതിയല്ലോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലേ? പോട്ടെ. ജൂൺ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മുടി മുറിച്ചു. ഫൈനൽസിന് വേണ്ടിയിട്ട് ഞാൻ സൈക്ലിംഗ് പഠിച്ചു. വേദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഡാഷാണ്. ഏതൊക്കെ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പുതിയതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കേണ്ടിയോ മുറിക്കേണ്ടിയോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഏതൊക്കെ വേണ്ടി അങ്ങനെ ഒരു എനിക്കൊന്ന് വള്ളുവനാടൻ സ്ലാങ് കുറച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ, അല്ലാതെ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് പോപ്പ് സിംഗർ ആൽബം കണ്ട് അവരുടെ ബോഡി സ്റ്റൈൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? വേദയ്ക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനും ജനറൽ പോപ്പ് മ്യൂസിക് കേൾക്കുന്ന ആളാണ്, റോക്ക് മ്യൂസിക് as well. സോ എനിക്ക് എപ്പോഴും സംതിങ് ദാറ്റ് ഐ ലുക്ക് അപ്പ് ടുവേർഡ്സ്. ലൈക്ക് ഇഫ് ഐ വാസ് ഇൻ ആക്ട്, എനിക്ക് പാടാൻ ഇത്തിരി കഴിവുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റിയിരുന്ന സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് ഈ കോൺസേർട്ടും എന്താണ് ദാറ്റ് ഹോൾ ലൈഫ് സ്റ്റൈൽ. ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി ചെയ്യേണ്ടതാണ്.
എനിവേസ് എന്തായാലും പറ്റിയില്ല. ഇതുവരെ മുതിർന്നിട്ടില്ലേ പഠിക്കാനോ അല്ലെങ്കിൽ പാടാനോ? അതുകൊണ്ടല്ല, കഴിയണ്ടേ മനുഷ്യന്. നോട്ട് പക്ഷെ ഇതേതാ വഴിയെങ്കിലും ഇങ്ങനത്തെ ഒരു ഇത് കിട്ടി. സോ ഐ തിങ്ക് ഹാഫ് ട്രൂ ആണത്. ഞാൻ റെഫറൻസ് ആയിട്ട് പോപ്പ് സ്റ്റാർസിന്റെയും അവരുടെ സ്റ്റേജ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൂ. പൊതുവെ ഞാൻ ഫീമെയിൽ ഓറിയന്റഡ് ഫിലിംസ് മാത്രമേ ചെയ്യൂ എന്നൊരു ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട് സിനിമയിൽ. ട്രൂ ഓർ ഫാൾസ്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഇടയിലുണ്ടോ? അവർക്കുണ്ടോ എന്നുള്ളത് എനിക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല. എനിക്കറിയുന്നവർക്കൊന്നും അങ്ങനെ ധാരണ ഇല്ല. എന്തിനാണ് അങ്ങനെ ധാരണയ്ക്കുന്നത്? ഞാൻ മെയിൽ ലീഡ് സിനിമകളിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വരുന്ന സിനിമകളൊക്കെ അത്യാവശ്യം ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീമെയിലിന് കുറച്ച് പ്രാതിനിധ്യമുള്ള, എനിക്കൊന്ന് എന്റെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളെ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന് വെച്ചിട്ട് ആ സിനിമയിൽ മൊത്തം ഫുൾ ടൈം എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള സിനിമകൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ 5 മിനിറ്റ് മാത്രമുള്ള മലയും കുഞ്ഞും ചെയ്യുന്നുണ്ട്, കുറച്ചു നേരം മാത്രമുള്ള ജെബിയും ചെയ്യുന്നുണ്ട്, കുറച്ചു നേരം മാത്രമുള്ള ലവും ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫുൾ ടൈം ഉള്ള അല്ലാത്ത സിനിമകളും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കോ ആക്ടർ ആരാന്ന് നോക്കിയല്ല ഞാൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ സ്ക്രിപ്റ്റും ക്യാരക്ടറും നോക്കിയാണ് സിനിമ ചൂസ് ചെയ്യുന്നത്. ഇപ്പോഴും മൊത്തത്തിൽ ഒരു ചെറിയ കുട്ടി ഇമേജ് എല്ലാവർക്കും ഇടയിൽ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ട്രൂ ഓർ ഫാൾസ്? I think that is very true. വെരി ട്രൂ അല്ലേ? നമ്മളെ ആക്ച്വലി വളർന്ന് പന്തലിച്ച് നായികയായിട്ടും ഇപ്പോഴും ഒരു കുട്ടി ഇമേജ് ഉണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് ആൾക്കാരെ ഇതാക്കണമെന്നും ഇല്ല. ലൈക്ക് if they are seeing me that way അങ്ങനെയാണെങ്കിൽ ഷുവർ whatever it is. And I think ഞാൻ ചൂസ് ചെയ്യുന്ന റോൾസും ഓവർ മെച്ചുവർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സോ I think people should be able to relate to that to an extent. പക്ഷേ എനിക്ക് കംപ്ലൈൻസ് ഒന്നുമില്ല. പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു 27-28 ഏജ് ഉള്ള ഒരു ഇപ്പോഴേയോ? ആഗ്രഹമല്ലേ? Oh, she's too young for that. Too young മാത്രം. എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ആ പ്രായം ആവാതെ ഐ വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് മെന്റാലിറ്റി. ഞാൻ പറയട്ടെ, ശോഭന ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ ഫസ്റ്റ് ഹീറോയിൻ റോൾ. എന്താണെന്നറിയോ? പക്ഷെ വേറൊരു കാര്യം ഗദ്ദാഫി, അന്നത്തെ ആക്ട്രസസ് ഇപ്പൊ ഉർവശി മാം ആണെങ്കിലും ശോഭന മാം ഒക്കെ ആണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ വന്ന് ഓൾ ബിക്കം ആക്ട്രസസ് വിൻ ദ ഏജ് റേഞ്ച് ഓഫ് ഐ തിങ്ക് 15 to 18 ഇടയിലാണ് അവരെ വന്നിട്ട് ഭാര്യ അമ്മ ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. പക്ഷെ മൊത്തത്തിൽ നമ്മളൊരു ജനറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളുടെ പേരൻസ് ആണെങ്കിലും ദേ യൂസ് ടു ലുക്ക് മെച്ചുവർ ഫാസ്റ്റർ. ഇപ്പം മെച്ചോറിറ്റി ലുക്ക് വൈസ് അറ്റൈൻ ചെയ്യുന്നത് കുറച്ചും കൂടെ സ്ലോവർ ആയിട്ടാണ്. ഇപ്പൊ 30s കണ്ട 20s എന്ന് പറയും, 20s കണ്ട ടീൻസ് എന്ന് പറയും. ആ ലുക്കിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം അവര് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 16ാം വയസ്സിൽ അത് ചെയ്തെങ്കിൽ അത് ലുക്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. ഒട്ടും പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് അനിക ക്യാൻ പുൾ ഓഫ് എ റോൾ വെയർ ഷീ ഹാസ് ടു ലുക്ക് 27. എനിക്കും ബിലീവബിൾ ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കണ്ടാലും കൂടെ നമുക്ക് തോന്നുന്ന ഒരു, ഇപ്പം സം പീപ്പിൾ വിൽ ലുക്ക് മോർ മെച്ചുവർ ദാൻ എ ഏജ്. അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ മെച്ചൂരിറ്റി കാണുമ്പോൾ തോന്നുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് പ്രോബബ്ലി യെസ്, ലുക്ക് വൈസ് ഐ ഡോണ്ട് തിങ്ക് അനികയ്ക്ക് ഇപ്പം അത്ര ഒരു ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യമില്ലല്ലോ. സത്യം, എനിക്ക് 18 ആണെന്ന് തന്നെ പീപ്പിൾ 18 ആണെന്ന് തന്നെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇന്റർവ്യൂവർ ആയിരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ചോദിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ജനറൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഡാഷ് ആയിരുന്നു? പേഴ്സണൽ ലൈഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാറില്ലായിരുന്നു. Because I don't think that's fair unless they want to open up about it. ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് അത് താല്പര്യമില്ല എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഏരിയയിലോട്ട് if they are not interested I would never. Because I feel like അത് ബേസിക് എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ജേർണലിസം ആണല്ലോ പഠിച്ചത്. സ്വാഭാവികം. ഇന്റർവ്യൂസിൽ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡാഷ് ആണ്? ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ആൻസർ പറയാൻ ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻസ്? എൻ്റെ അടുത്ത് അങ്ങനെ ആരും nobody asked me questions like that. But personal stuff, I guess that is a big one. Yeah, that's about it. എനിക്ക് കുറെ റെപ്പിറ്റേഷൻ ആയിട്ട് പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ആൾക്കാർ ക്ലീഷേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാ? നയൻതാര ചേച്ചിയുടെ എക്സ്പീരിയൻസ്, നയൻതാര ചേച്ചിയുടെ കൂടുതൽ എക്സ്പീരിയൻസ്, അജിത് സാറിന്റെ കൂടുതൽ എക്സ്പീരിയൻസ്, മമ്മൂക്കന്റെ കൂടുതൽ എക്സ്പീരിയൻസ്. ഈ ആക്ടേഴ്സിന്റെ കൂടുതൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സോ കോൾഡ് ക്ലീഷേ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഞാൻ ചെയ്ത അവിടെ ഒരു ദീർഘനിശ്വാസം. എന്താണെന്നറിയോ, ഈ നമ്മളെല്ലാവരും നോക്കി കാണുന്ന ആക്ടേഴ്സ് ആണ് ഇവരൊക്കെ. അതായത് ഓൾറെഡി റൈറ്റ്, ഒബ്വിയസ്ലി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. മോശം എക്സ്പീരിയൻസ് ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല. റൈറ്റ്,
അപ്പൊ ഈ ചോദ്യം ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ പടത്തിന്റെ പ്രൊമോഷൻ ആണെങ്കിൽ ദാറ്റ് ക്വസ്റ്റൻ ഇസ് ഫൈൻ. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണം അനികയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത സിനിമ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെയാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്, സൂര്യ സാറിനോട് അങ്ങനെ ഓക്കെ. ഇത് ആ സിനിമയും കഴിഞ്ഞ് അടുത്ത 4 സിനിമയും കഴിഞ്ഞ് നമ്മൾ വേറൊരു പടത്തിന്റെ പ്രൊമോഷൻ ഇരിക്കുമ്പോഴും അതിന്റെ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ്, ബിക്കോസ് നമ്മൾ അത് പറഞ്ഞല്ലോ ഒരേ അടുത്ത് പലവട്ടം നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഇനി എന്ത് പുതിയതായിട്ട് എന്താ പറയാ, ഭയങ്കര മോശമായിരുന്നു പറ്റത്തില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും അല്ലല്ലോ. ഒബ്വിയസ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ്. അല്ല നമുക്ക് പറഞ്ഞു മടുത്തിട്ടാണ്, അല്ലാതെ. ഇന്ന് ഇതേ സ്ഥലത്ത് വെച്ച് എത്ര ഇന്റർവ്യൂസ് സെയിം ഈ സോ കോൾഡ് എക്സ്പീരിയൻസ് ചോദിച്ചു മറ്റുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ചോദിച്ചു. അപ്പൊ അതിനൊക്കെ എങ്ങനെ മറുപടി? ചിലതൊക്കെ മറ്റേ ഓർഗാനിക്കലി വരുന്നതാണ്. ആ എക്സ്പീരിയൻസ് ചോദിക്കാൻ വേണ്ടി വന്നല്ലേ, വേറൊരു കഥ പറഞ്ഞു വന്നപ്പം അങ്ങനെ കണക്ട് ആയി വരുന്നതൊക്കെ ഓക്കെയാണ്. ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പറയുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം വലിയൊരു ഭാഗ്യമാണ് ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഒരേ ആൻസർ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നി ദൈവമേ ഞാൻ കള്ളം പറയുവാണോ. കാരണം ഈ ദൃശ്യത്തിലൊക്കെ ലാലായിട്ട് പഠിപ്പിച്ച വിട്ട പോലെയാണ് നമ്മൾ ഈ ഒരേ ആൻസർ തന്നെ പറഞ്ഞിട്ട് ഇനിയിപ്പത് ശരിക്കും അങ്ങനെ ഒരു ഇതിലിങ്ങനെ സെയിം വേർഡ്സിനെ യൂസ് ചെയ്ത് ഇങ്ങനെ പറയും. സോ അത് വേണമെങ്കിൽ ക്ലീഷേ ക്വസ്റ്റ്യൻസ് തന്നെ ഒഴിവാക്കാവുന്നതാണ്. പ്രൊഫഷണൽ ലൈഫിൽ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നത് അത്രയും ചൂസി ആയിട്ടാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഞാൻ അത്ര തന്നെ ചൂസ് ചെയ്യാവുന്നത് ഡാഷിന് വേണ്ടിയാണ്. ബുക്സ് ഭയങ്കര കീനായിട്ട് ചൂസ് ചെയ്ത് ബുക്സ് വായിക്കുന്ന ആളാണ്. അങ്ങനെ കാരണം ഒരുപാട് വായിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു സിനിമ കാണുന്നല്ലോ, ബുക്ക് ടൈം എടുക്കുമല്ലോ. അപ്പൊ ബുക്സ് വായിക്കുന്നത് അത്യാവശ്യം, കാരണം എല്ലാം കൂടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത്യാവശ്യം സെലക്ട് ചെയ്ത് ബുക്സ് വായിക്കും. വേറെ എന്താണ്, ഫുഡിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഇല്ല, സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല, കാണാൻ പോകുന്നതില്. വാട്ട് എൽസ്? ബുക്സ് റീസെന്റ് ആയിട്ട് വായിച്ച ബുക്സ് ഏതാപ്പോ? ഞാനിപ്പോ ഹിഗാഷിനോന്റെ ഒരു ബുക്ക് വായിച്ചു, എ ഡെത്ത് ഇൻ ടോക്കിയോ. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ. അപ്പൊ ഈ ഷൂട്ടിന്റെ ഇടയിലൊക്കെ നമ്മൾ ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത്, എനിക്ക് മൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റൂ. ഞാനിങ്ങനെ ഫുൾ ടൈം വായിക്കുന്ന ഒരാളല്ല, പക്ഷെ ആ ഒരു മൂഡിലോട്ട് വന്ന് ഐ വുഡ് ലവ് ടു റീഡ്. ഓക്കെ. ഇൻഡസ്ട്രിയിലെ എന്റെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളുടെ പേര് ഞാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേര് പറയും രജിഷ വിജയൻ അല്ലാതെ. നല്ലല്ലേ? ഞാൻ എന്റെ പേര് പറയൂ എന്ന് പറഞ്ഞു. രജിഷ വിജയൻ അല്ലാതെ ഇൻഡസ്ട്രിയില് ഐ തിങ്ക് അനശ്വര, ദേവിക ആൻഡ് ഒരാളും കൂടി വേണല്ലേ, നമിത പ്രമോദ്. നമിത പ്രമോദിന്റെ ഈ പറഞ്ഞ പോലെ ഷോപ്പിന്റെ ഇനാഗുറേഷനിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. മാനേജറും വാട്സപ്പും ഇല്ലാത്തതിന്റെ ഒരു ഗുണം ഡാഷ് ആണ്. മാനേജർ ഇല്ലല്ലോ മലയാളത്തിലില്ല, വാട്സാപ്പ് ഇല്ലാത്തതിന് ഒരു 5000 ഗുണമുണ്ട്. മാനേജർ ഇല്ലാത്തതിന് ഒരു 5000 ഗുണമുണ്ട്. മാനേജറും വാട്സാപ്പും ഇല്ലാത്തതിന്റെ ഒരു സെയിം ഗുണം പറയാൻ പറ്റില്ലല്ലോ. വാട്സാപ്പ് ഇല്ലാത്തതിന്റെ ഗുണം യു സേവ് എ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം കിട്ടും. ആ സമയം മാനേജർ ചെയ്യേണ്ട പരിപാടി നമുക്ക് പോയി ചെയ്യാം, നമ്മൾ സംസാരിക്കും, ഒക്കെ തന്നെ. മാനേജർ ഇല്ലാത്തതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും പ്രോബബ്ലി നമ്മൾ ഡയറക്ട്ലി ഡീൽ ചെയ്യുമ്പോൾ. എൻ്റെ ഫോണിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഡാഷ് ആണ് ഇൻസ്റ്റാഗ്രാം. എനിക്കറിയാം, ഒബ്വിയസ് ആണെന്ന് അറിയാം. ആക്ച്വലി ഐ തിങ്ക് വാട്സാപ്പ് ആണോ? അല്ല, ഞാൻ വാട്സാപ്പ് തുറക്കാറില്ല, പിന്നെ ആരും മെസ്സേജ് അയക്കില്ല. എന്തറിയോ പിന്നെ പറയാം. വെരി ഗുഡ്. ഐ ഡോണ്ട് നോ. ഒരു ദിവസം അപ്പോ ഏതാണ്ട് മറ്റേ മെസ്സേജ് റിക്വസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ ഏതാണ്ട് ഒരു 100-ൽ അധികം മെസ്സേജ് റിക്വസ്റ്റ് ഒരു ദിവസം വരുമോ? ഞാൻ അതൊക്കെ നോക്കല് നിർത്തി. പ്ലീസ് നോക്കണം, എന്നാലല്ലേ എന്റെ മെസ്സേജ് കാണുള്ളൂ. ചുമ്മാ അതാണ് ഇവൻ കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടായി മറ്റേ മൂട്ട് വലിക്കുന്നത് കണ്ടറിയാം. ഞാൻ അത്രക്കാരനായി കൊറേ വരാറുണ്ട്. ഞാൻ പറ്റുന്നത്രയും കുറച്ചൊക്കെ ഞാൻ ജെന്യുവൻ ആയിട്ട് തോന്നുന്നു. അടുത്തൊരു 3 ദിവസത്തേക്ക് എന്തായാലും നോക്കണ്ട. ഇല്ല, എന്നെ ഇല്ലെങ്കിൽ ഇവന്റെ ഒക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചോ? എന്തായാലും ഉണ്ടാവും. ഞാൻ ഇനി ആക്ച്വലി ഒരു ഇത് കാണിച്ചു തരാം. ഐ മീൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അതിന്റെ രസം എന്ത് രസമാണെന്ന് പറഞ്ഞു തന്നാൽ മതി. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല അത് എന്ത് രസം, എന്ത് ഭാവമാണെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? അല്ല, കാണുമ്പോൾ മനസ്സിലാവും അത് എന്ത് രസമാണ്, എന്ത് എക്സ്പ്രഷനാണ്. നമ്മൾ ആകെ 7 രസമല്ല, നവരസങ്ങളല്ലെന്നല്ലേ പറയുന്നത്. പക്ഷെ ഇതിലൊന്നും പെടാത്തൊരു രസം. 9. ഓക്കെ, 9 രസമല്ലേ ഉള്ളത്. എടാ, ഒന്ന് കട്ട് ചെയ്യണം.
പറ്റത്തില്ല. ഞങ്ങള് മറ്റേ മണ്ടത്തരങ്ങളൊക്കെ അതൊന്നും ശരിയല്ല. കാണിക്കോ 9 അല്ലേ? ഓക്കെ 9. 9 രസങ്ങളില് നമ്മൾ ഇതുവരെ കാണാത്ത രസം ഞങ്ങൾ കണ്ടു. അപ്പൊ 7 എന്താ പറയണേ? 7 എന്താ പറയണേ? നവ പോലെ 7 എന്താ പറയണേ? സപ്തം. എന്തോന്ന് ഇത് കള്ളക്കൊതി. സപ്തം. അപ്പൊ 5 പഞ്ചം. ഓക്കെ, അതാണല്ലോ പാഞ്ചാലി എന്ന് പേര് വന്നേ. അതറിയാം, പാഞ്ചാലിനെ അറിയാം. എക്സ്പ്രഷൻ കാണിച്ചു തരട്ടെ, നമ്മൾ കം ടു ദ പോയിന്റ്. ഓക്കെ, കാണിച്ചു തരട്ടെ. ഇത് എന്ത് സാധനം? ഇതല്ല എക്സ്പ്രഷൻ അല്ല, ഇത് കണ്ടിരുന്നോ? എക്സ്പ്രഷൻ അല്ലേ, കണ്ണ് വെച്ചിട്ടുള്ള പരിപാടി കണ്ടിരുന്നോ? ഞാനല്ലേ ഇട്ടത്? അല്ലല്ല, ഞാൻ മറ്റേത് മാത്രമാണോ നടക്കുന്നത്? എവിടെന്നാ പഠിച്ചത്? യൂണിവേഴ്സിറ്റി പോയി പഠിച്ചത്? ഞാൻ തന്നെ പണ്ടേ ചെയ്യുമായിരുന്നത്. കണ്ണ് വെച്ചിട്ടുള്ള ഒരു സാധനം കാണിച്ച്, കണ്ണ് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്താ അത് അവസാനം ക്യാപ്ഷൻ ആയിട്ട് മറ്റേ തമിഴിലിട്ട് മറ്റേ അതല്ലേ കണ്ണു വല്ല പൊട്ടി പോകത്തില്ലേ? എനിക്ക് പിന്നെ ഇനി ഈ പറഞ്ഞ പോലെ ഒരു ചടുലമായിട്ടുള്ള ഒരു നൃത്തം ആവിഷ്കാരമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നൃത്താവിഷ്കാരം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതും ഏത് നൃത്തമാണ്, ഇത് എന്ത് സ്റ്റെപ്പാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അല്ല, കാണിക്കാം. ഇതൊക്കെ എന്റെ റീൽസ് എടുത്ത് ഇത് ഫ്രീഡം ഫൈറ്റിന്റെ ഷൂട്ടിന് സമയത്ത് അതിൽ 3 പേര് ഈ സിനിമയിലുണ്ട്. ഞാനും വിജയും ഇല്ല, വിഷ്ണുവേട്ടനില്ല, രഞ്ജിത്തും ഉണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ രഞ്ജിത്ത് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും രഞ്ജിത്ത്, വെങ്കി, ശ്രുതി, ഞാൻ എവിടെ പോയാലും നമ്മളെ കൂടെ ഉണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ്. അതെ, ഒരിക്കലും പ്ലാൻഡ് അല്ല, നമ്മള് അറിയാണ്ട് അങ്ങ് ഒരുമിച്ച് അഭിനയിച്ച് പോകുന്നതാ. ഇതിപ്പം മറ്റേ മമ്മൂക്കയോടെ പോയാലും അനിക പോകുന്ന അതുപോലെ. ഇനി അനികയോട് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര വലിയ മൊമെന്റ് ആയിരിക്കും, ബിഗ് മൊമെന്റ് അല്ലെങ്കിൽ ബിഗ് ഡേ ആയിരിക്കും അനികയുടെ ലൈഫില്. നമ്മളൊക്കെ ഒരുപാട് ചിലപ്പോൾ ടിപ്പിക്കൽ മലയാളികളൊക്കെ എപ്പോഴെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ മീറ്റ് ചെയ്ത് അടുത്തിരുന്ന് ഒപ്പം യാത്ര ചെയ്ത ആളാ. അത് ഞാൻ കാണിക്കട്ടെ. ഇത് പ്ലേ ആവും മതി. എന്റെ ദൈവമേ, അന്ന് ഉറങ്ങിയായിരുന്നു ആക്ച്വലി. എനിക്ക് ആ ലെവലിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് എങ്ങനെയുണ്ട് ആൾ ആക്ച്വലി? ഐ മീൻ, നിങ്ങൾ സംസാരിച്ചോ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ? അഭിനയിക്കാൻ പോയപ്പോ പുള്ളി അങ്ങോട്ട് നോക്കിയിരുന്നു, ഇവിടെ ഇങ്ങോട്ട് ആക്ഷൻ പറഞ്ഞപ്പോ നമ്മൾ അഭിനയിച്ചിട്ട് പക്ഷെ അമിതാഭ് സാറിന് ആ സമയത്ത് കോവിഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വെരി അണ്ടർ. സോ ആൾക്ക് പ്രൊട്ടക്ഷനും എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പം സെറ്റ് എന്ന് പറഞ്ഞാൽ ആരും സൈലന്റ്. സോ ആൾക്ക് ഇത്ര ഒരു അൺവെൽ സ്ഥിതിയിലായതുകൊണ്ട് ഒരു ഭയങ്കര ഒരു പേടിയായിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് സെറ്റ് ആയിരുന്നു. സംസാരിച്ചിരുന്നു ഒബ്വിയസ്ലി, പക്ഷെ വെരി നൈസ്, ഈസ് വെരി സ്വീറ്റ് ഉണ്ടാവും. ഓക്കെ, എന്താ സംസാരിച്ചു? മലയാള സിനിമയെ പറ്റി എന്തെങ്കിലും സംസാരിച്ചോ? ഒന്നുമില്ല. പേരെന്താന്ന് ചോദിച്ചു. അനിക്ക. ഇപ്പൊ വേറെ ഏതെങ്കിലും ക്രൗഡിൽ വെച്ച് കണ്ട ഹായ് സർ ഞാൻ അനിക്കയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവുമെന്നായിരിക്കും. അത് ഇവള് പറയണം. പുള്ളിക്കാരന് മനസ്സിലാവുമെന്നുള്ളത് ഇവള് ഇവിടുന്ന് പറയണം. കൊള്ളാം. എന്നെ വാരാൻ വേണ്ടിട്ട് മാത്രം ആള് അങ്ങനെ. ഗദ്ദാഫി തനിക്ക് ഒരു മാറ്റമില്ലല്ലോ എന്നാണോ? പക്ഷെ പഴയതിൽ ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയില്ലേ അന്ന് കണ്ടതിലും? ആയിരുന്നൊക്കെ തോന്നിയായിരുന്നു. ഇത് അവസാനത്തെ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ട്രോളിനുള്ള വകയാണ് താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രൊമോഷൻസ് ഒരുപാട് കണ്ടു. മീൻ കോളേജ് ക്യാമ്പസിലേക്കൊക്കെ പോകുന്ന അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ അടുത്തിടെ ഉണ്ടായ ഒരു നടിക്കുണ്ടായ ഒരു ഇൻസിഡന്റ്. ഇത് 5ാമത്തെ ഇന്റർവ്യൂ ആട്ടോ എന്റെ അടുത്ത് ചോദിച്ചു. ബട്ട് ഐ ഹാവ് ടു ആസ്ക്, കാരണം നിങ്ങൾ രണ്ടുപേരും നായികമാരാണല്ലോ, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഐ തിങ്ക് ദാറ്റ് ഇഷ്യൂ ഈസ് ഓവർ. നമ്മൾ വീണ്ടും അബൌട്ട് ദാറ്റ് കോളേജ് ഇഷ്യൂ പറയുന്നത് വീണ്ടും ആ കഴിഞ്ഞ ഇഷ്യൂവിനെ. കാരണം യുനോ ഐ തിങ്ക് ദ ഗൈ ഈസ് ഓൾസോ സോറി ഫോർ വാട്ട് ഹാപ്പൻഡ്. സോ ലെറ്റ്സ് നോട്ട് കീപ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ആൻഡ് യുനോ അത് ഹീലായി, അത് പോട്ടെ. അതിനുള്ള സോറിയും പറഞ്ഞു, അതിനുള്ള മറ്റേ ശിക്ഷയും കൊടുത്തു, എല്ലാം കഴിഞ്ഞല്ലോ.
മൈ ക്വസ്റ്റ്യൻ ഈസ് ഇതുപോലെ എപ്പോഴെങ്കിലും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ആ ചോദ്യം മുഴുവിപ്പിച്ചും കൂടി എനിക്ക് അറിയാലോ അതെന്താ ചോദിക്കാൻ പോകുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പടത്തിന്റെ പ്രൊമോഷനോ സെറ്റിനോ ഒന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നു. അല്ലാത്ത സമയത്ത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോഴൊന്നും ഇതുവരെ ഫേസ് സംഭവിച്ചിട്ടില്ല. സംഭവിക്കണോ ഇനി? ഇല്ല സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചില്ല. എന്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയത്തില്ല. മുഖത്തുണ്ട്. ഇല്ല, എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ആരാധന കൂടി ഇതുപോലെ നമ്മളുടെ അടുത്തേക്ക് വരികയോ ടച്ച് ചെയ്യാൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? മോസ്റ്റ്ലി ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന മിക്ക ആൾക്കാരും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. I've never thankfully had an experience like that. It's been എല്ലാവരും ഭയങ്കര റെസ്പെക്ട് തന്നിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാളുടെ കമന്റ് കേൾപ്പിക്കട്ടെ. നമുക്ക് കരയാൻ ഭയങ്കര എളുപ്പമാണോ? മീൻസ് ഓൺ സ്ക്രീൻ എളുപ്പമല്ല, പക്ഷെ അത്ര എളുപ്പമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഞാൻ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് കരയുന്നത്. പക്ഷെ ഞാൻ മറ്റേ അങ്ങനെ ഒരുപാട് ഗ്ലിസറിൻ ഒന്നും യൂസ് ചെയ്ത് കരയുന്ന ഒരു കൈൻഡ് ഓഫ് പോലെ ഞാൻ വിചാരിക്കുന്നത് ഗ്ലിസറിൻ ഇട്ട കണ്ണൊക്കെ മാത്രമേ കരയത്തുള്ളൂ, വെള്ളം മാത്രമേ വരൂ. വെള്ളം വരില്ല. ആണല്ലേ? ഡ്രൈ ആണ്. I don't know what happens. ചോക്കും. എന്റെ ഡിപ്രസിംഗ് തോട്ട്സ് ഒക്കെ ആലോചിച്ചിട്ട് സ്വന്തം വെരി അൺഹെൽത്തി. ഓ, അങ്ങനെ ചെയ്യോ? ഇല്ല, ഓരോരുത്തരുടെ പ്രോസസ്സാണ്. മേ ബി ദാറ്റ്സ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. നോട്ട് വെരി ഹെൽത്തി ദോ. പക്ഷെ ഓരോരുത്തർക്ക് ഓരോരോ പ്രോസസ്സാണല്ലോ. ഗ്ലിസറിൻ ഇടുമ്പോൾ നമ്മൾ ഈ ഏരിയ മാത്രമേ കരയത്തുള്ളൂ. ഫുൾ നമ്മളെ കഴുത്തും മസിൽസും ഫേസിന്റെ മസിൽസും ഒക്കെ നമ്മൾ പൊതുവെ നമ്മൾ കരയുമ്പോൾ ഇവിടെയൊക്കെ അനങ്ങില്ല. അത് അനങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തിൽ കരയുമ്പോഴേ വരുന്നുള്ളൂ. എന്തായാലും രജിഷയുടെ കരച്ചിലിനെ പറ്റി കരയണോ ഞാൻ ഇനി അതും കൂടെ ചെയ്ത് കാണിക്കണേ? ഇപ്പൊ കരയാൻ പറഞ്ഞപ്പോ കാണിക്കുകയും ചെയ്യുമല്ലോ കരഞ്ഞ്. നല്ല ആളാ. എന്തായാലും രജിഷയുടെ കരച്ചിലിനെ പറ്റി ഒരാൾക്ക് കംപ്ലൈന്റ് ഉണ്ട്. ആ കംപ്ലൈന്റ് കേൾപ്പിക്കട്ടെ. സിനിമ രജിസ്റ്റേച്ചിന്റെ കൂടെയാണ്. ശരി, ഞാൻ ഭയങ്കര കംപ്ലൈന്റ് ആയിട്ടാണോ രജിസ്റ്റേച്ചിനെ കണ്ടിട്ട്? എപ്പോഴെന്നറിയോ, ഈ കരയുന്ന സീൻസ്, വിഷമം വരുന്ന സീൻസ് അല്ലേ, ആ സീൻസ് പുള്ളിക്കാരി അഭിനയിക്കാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഇരുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ടൈം ഒരുമിച്ച് കരയുന്ന ഒരു സീൻ ചെയ്യാണ്. അപ്പം ചേച്ചി കരയുന്ന ഒരു സീനാണ്. ചേച്ചി കരയുന്ന കണ്ടിട്ട് ഞാൻ വെറുതെ സൈഡിൽ നിന്നിട്ട് ഞാനും കരച്ചില്ല. ആ സീനിൽ ഞാൻ കരയേണ്ട ആവശ്യമില്ല. ഞാൻ പുള്ളിക്കാരിനെ ആശ്വസിപ്പിക്കണം വേണ്ടത്. പുള്ളിക്കാരി കരയുമ്പോ എന്നിട്ട് ഞാൻ കരച്ചില്ല. അതാണോ പുള്ളിക്കാരി എന്തിനും കരച്ചിൽ സീൻ വരുമ്പം സ്വന്തമായിട്ട് എന്താ പറയാ, ഷിൽബി സെറ്റ് ഇങ്ങനെ കോർണർ സ്വന്തമായിട്ട് കണ്ണിങ്ങനെ വെള്ളം ഒഴുകുണ്ടാവും. ഇതൊക്കെ തന്നെ വരും. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വിഷമാവും. അങ്ങനെ അപ്പം വണ്ടടിച്ച് നിന്നിട്ടുണ്ട് കരച്ചിൽ സീൻസ് ഒക്കെ ചെയ്യുന്നത്. എന്താ നോക്കിയല്ലേ, തന്റെ കരച്ചിൽ കണ്ടിട്ട് പുള്ളിക്കാരത്തെയും കൂടെ കരച്ചിൽ വരുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു മനസ്സുമില്ലേ? കണ്ടു പറഞ്ഞു. ഞാൻ ഇത് കണ്ടതാണ്. ഐ ഫെൽറ്റ്. കാരണം എന്താ പറയുക, ഒരു ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു ആക്ടർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ട് വേറൊരു ആക്ടറുടെ പെർഫോമൻസിനെ കുറിച്ച് ശരിക്കും ജെന്യുവൻ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അൺലെസ് ദേ ആർ ലൈക്ക് ഭയങ്കര വലിയ സൂപ്പർ സ്റ്റാർസ്. കാരണം നമ്മൾ ഭയങ്കര വലിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ, കാരണം സിൻസ് വി ആർ ഫാൻസ്, നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ നമ്മൾ കൂടെ വർക്ക് ചെയ്ത ആളെ കുറിച്ച് അയാളുടെ അഭാവത്തിൽ നമ്മൾ ഇങ്ങനെ പറയണമെങ്കിൽ ഷീ മസ്റ്റ് ബി റിയലി സെക്യൂർ അബൌട്ട് ഹെർസെൽഫ്. എനിക്ക് തോന്നുന്നു ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഷീ സെഡ്. ഒരുപാട് സന്തോഷമുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു കൊള്ളാന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ ചെയ്തു. അപ്പൊ അതിന്റെ വശത്താക്കാൻ കരയുവാണ്. ഇവൻ എന്തൊക്കെയാ കരച്ചിലുകൊണ്ട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ തോന്നി. മീൻസ് ആക്ടിങ്ങില് താങ്കളൊന്ന് സഹകരിക്കണം കേട്ടോ. ഇതൊക്കെ എനിക്കുള്ള എന്റെ ഞാൻ സഹകരിക്കണം. മീൻസ് കരഞ്ഞ് എല്ലാവരും ഭയങ്കര ഇൻസ്പിറേഷൻ ആക്കി വന്ന ആക്ടിങ് കൊണ്ട്. ഞാൻ അങ്ങനെ ആരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഒന്നും കരഞ്ഞൊന്നല്ല. ആ സീൻ അങ്ങനെ ആയിരുന്നു. അത് ചെയ്തപ്പം പാവാ കൊച്ച് അവളവിടെ സൈഡിൽ നിന്നിട്ട് അവളത് പറയുന്ന പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. സോ സ്വീറ്റ് ഓഫ് ഹർ. അത്രയും ലോല ഹൃദയ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രിയ. ഞാൻ രജിഷ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അതായത് തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചു നേരം ഞാൻ അവിടെ നിൽക്കും. ആളുകളുടെ റെസ്പോൺസ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് അറിഞ്ഞുവെന്ന് അറിയത്തില്ല. ഇനി മുതൽ തിയേറ്റർ റെസ്പോൺസ് ബാൻ ചെയ്യാൻ പോവാണ്. തിയേറ്റർ റെസ്പോൺസ് ഇനി ഉണ്ടാവത്തില്ല. മലയാളത്തിലോ? എല്ലാവരും മലയാളത്തിൽ തിയേറ്റർ റെസ്പോൺസ് ബാൻ ചെയ്യാൻ പോവാണ്. ഇനി മുതൽ തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു, അത് സിനിമയെ ബാധിക്കും എന്നുള്ളൊരു, എന്താ വാട്ട്സ് യുവർ സ്റ്റാൻഡ് ഈ ഒരു പർട്ടിക്കുലർ?
എന്റെ അഭിപ്രായം എന്താ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പൊ തന്നെ അഭിപ്രായം പറയണേ. ഈ ഒരു സെക്കൻഡ് ന്യൂസ് ഒന്ന് കേട്ടന്ന് രജിസ്റ്റർ ആവാനുള്ള സമയം പോയില്ല. അഭിപ്രായം പറയാം, ആലോചിച്ചിട്ട് പറയാം. ഞാൻ വിളിച്ചു പറയാം ഫോണിലെ അഭിപ്രായം. എനിക്ക് ഇച്ചിരി സമയം വേണം ആലോചിക്കാൻ. ആയിക്കോട്ടെ. തേച്ച് ഞാനൊരു പരുവായി. എന്നാലും ഞാൻ തോക്കില്ല. പോലെ അറിഞ്ഞായിരുന്നോ? ചേച്ചിയാ പറയുന്നില്ല, കുട്ടിയെങ്കിലും പറയട്ടെ. ഫ്രീഡം ഓഫ് സ്പീച്ച്. അത് ഐ തിങ്ക് ലൈക് മൂവീസിന്റെ ലൈക് ആൾക്കാർ ഓഡിയൻസിനെ ലൈക് കാണാൻ പോകുന്നത് കുറഞ്ഞിട്ടാണ് തോന്നുന്നത്. ലൈക് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് എവറിബഡി ഹാസ് ദെയർ ഓൺ റൈറ്റ് ടു സ്പീക്ക്. കണ്ടോ, കണ്ടു പഠിക്കും. ഇങ്ങനെയാണ് വേണ്ടത്. കണ്ടോട്ടെ, പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു. അപ്പോ ഗൈസ് നമുക്ക് എന്നാ പതുക്കെ നിർത്തിയാലോ? ഇപ്പൊ പറ, വേദ എന്ന് നമുക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റും? ഫെബ്രുവരി 24. ഓക്കെ, 24 കാണാൻ പറ്റും. അപ്പൊ എന്താ പറയാനുള്ളത്? ഞങ്ങൾ എന്തിന് ഈ സിനിമ കാണണം എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്ന് ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞതൊന്നും പോരെ. ഇനി വേറെ ഞാൻ പറയണായിരിക്കും എന്തിനു കാണുന്നത്. അല്ല, എനിക്ക് ഐ തിങ്ക് പീപ്പിൾ വിൽ ബി ഏബിൾ ടു വെരി മച്ച് റിലേറ്റ് ടു ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം 90കളുടെ ക്യാമ്പസ് ആയതുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന ഫാമിലീസിലുള്ളവർക്കൊക്കെ, കാരണം അവർ ആ സമയത്ത് പഠിച്ചവരായിരിക്കുമല്ലോ, ഭയങ്കരമായിട്ട് എനിക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാനും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസകരമായിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വെക്കുന്ന ആ ടോപ്പിക് സംതിങ് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നല്ല എഫേർട്ട് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവ്ലി ഭയങ്കരമായിട്ട് നന്നായി വരണം എന്ന് ആഗ്രഹിച്ച് എല്ലാ സിനിമാക്കാരെ പോലെയും ചെയ്ത സിനിമയാണ് ഇതും. അപ്പം പ്ലീസ് ദയവേത് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തേലും ഒന്നുമില്ല അവിടെ എന്തേലും പറഞ്ഞ എന്നെ തിരിച്ച് അവിടെ തേച്ചോട്ടിക്കാനല്ലേ? അങ്ങനെയല്ല ലോകം. ഐ തിങ്ക് ചേച്ചി പറയാനൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റിൽ വേദിയിൽ ഐ തിങ്ക് എല്ലാവർക്കും ഉള്ള സംതിങ് ഫോർ എവറിബഡി ഈസ് ദെയർ. റിലേഷൻഷിപ്സ് ആണെങ്കിലും ഇപ്പോൾ ലവ് ഫൈറ്റ്സ് എല്ലാതും ഉണ്ട്. സോ എവറിബഡി പ്ലീസ് തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം ഓൺ ഫെബ്രുവരി 24. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ചേച്ചി? നമ്മൾ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച ആളല്ലേ? ഒരുപാട് ഞാൻ ഇന്റർവ്യൂസ് ആണല്ലോ. തെലുങ്കാണോ കന്നഡയാണോ? തെലുങ്കല്ലേ? ഏതാ എന്നോട് ചോദിക്കാണോ? തെലുങ്കിലോ കന്നഡയിലോ അഭിനയിച്ചേക്കുന്നത്? ആര്? നമ്മളോ? ഐ മീൻ രജിഷ. ഞാൻ അഭിനയിച്ചു. ഏതിലാ പ്ലീസ് ഇത് തെലുങ്ക് ലാംഗ്വേജിലെ തെലുഗുല് 24th നമ്മളെ സിനിമ റിലീസ് ആവുകയാണ്. എവരിവൺ ഷുഡ് വാച്ച് എന്ന് എങ്ങനെ പറയും? അതിപ്പോ തെലുഗുല് റിലീസ് ആവുന്നില്ലല്ലോ, മലയാളികളല്ലേ കാണുന്നത്. ഇവിടെ മലയാളിയത്തിൽ പറഞ്ഞാ പോരെ? ഞാൻ തെലുങ്കിൽ ഇറങ്ങുമ്പോ ഞാൻ തെലുങ്ക് പറയാം, തെലുഗുൽ ഇറങ്ങുമ്പോ തെലുഗുൽ പറയാം. അല്ല, അത് പറയാൻ കുട്ടിക്ക് അറിയോന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. എന്തിനാ ഇപ്പൊ ടെസ്റ്റ് ചെയ്യണേ? അത് ഞങ്ങൾ കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി. ഒന്നാമത് ഫെബ്രുവരി 24 ഇത് ഹൈദരാബാദ് റിലീസ്, അതായത് തെലുങ്കാനയില് ആന്ധ്രയിൽ ഇത് റിലീസ് ആവുന്നില്ല. രണ്ടാമത് ഇത് തെലുഗു സിനിമയല്ല. അപ്പൊ ഞാൻ എന്തിനാ തെലുഗുല് പറയണം? തെലുഗു പറയാൻ അറിയോ? പറഞ്ഞാ പോരെ. അത് പറഞ്ഞാ പോരെ. തെലുഗുല് ഐ ഡോണ്ട് യു നോ ఐ థింక్ 24th ఫిబ్రవరి నా మూవీ రిలీజ్ అవుతుంది. అതാണ് കേട്ടോ തെലുങ്ക് പ്രൊമോഷൻ ഞാൻ ഒരു ഇത് ചെയ്തു വന്നല്ലേ പ്രൊമോഷൻ. അതാണ് ഈ തെലുങ്കിന് ഏറ്റവും കട്ടിയുള്ള വേർഡ് എന്താ, അല്ലെങ്കിൽ നമുക്ക് കേട്ട ചിരി വരുന്ന ഏതെങ്കിലും പാട്ടുള്ള വേർഡ്? ഗ്രഹാന്തല വാസു. എന്താ അത്? ഏലിയൻ പറയുന്നത് എന്താ? അതെങ്ങനെ പഠിച്ചു വെച്ചു? ഗ്രഹാന്തര വാസു. ഗ്രഹാന്തര വാസു. You know Bhavunara, right? Bhavunara is like how are you? Bhavunara. Bhavunara, how are you? Oh, Bhavunara, how are you എന്നല്ല, Bhavunara. Bhavunara. അതിന്റെ അർത്ഥം how are you? Bhavunara. തെലുങ്കിൽ പറ റിപ്ലൈ തിരിച്ച്. എന്തായിരുന്നു? What do you say? Bhavunara. All good. എനിക്ക് Bhavunara അറിയാം, എനിക്ക് നാക്കു തെലുസു. That means I know. നാക്കു തെലുസു. നാക്കു പെൻഡ നാക്കു ടാക്ക അതറിയോ? അതറിയോ? നാക്കു പെൻഡ നാക്കു പെൻഡ നാക്കു ടാക്ക അറിയത്തില്ലല്ലോ. അത് നിങ്ങൾ പോയി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. നാക്കു പെൻഡ നാക്കു ടാക്ക. I know that. ഈ മറ്റേ ഹക്കുന മറ്റാത്ത എന്ന് പറയുന്ന പോലെയാണോ? ഹക്കുന മറ്റാത്ത എന്ന് പറയുന്ന പോലെ എന്തൊരു പരിപാടി? നാക്കു പെൻഡ നാക്കു ടാക്ക. അത് പോയി പഠിച്ചിട്ടോ അടുത്ത ഇന്റർവ്യൂവിൽ ഹക്കുന മറ്റാത്ത പാട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഗൈസ് താങ്ക് യു സോ മച്ച്. മറക്കില്ല ഞാൻ ഈ ഇന്റർവ്യൂ.